ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 1955 റോം നഗരം. തിരക്കേറിയ വിയ ലാറ്റിന എന്ന തെരുവിൽ ഒരു പുതിയ അപ്പാർട്ട്മെന്റ് കെട്ടിടം നിർമ്മിക്കാനുള്ള പണികൾ നടക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികൾ വലിയ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കെട്ടിടത്തിന് തറക്കല്ലിടാൻ വേണ്ടി ആഴത്തിൽ കുഴിയെടുക്കുന്നു. പെട്ടെന്ന് അവരുടെ മൺവെട്ടികൾ ചെന്ന് പതിക്കുന്നത് വെറും മണ്ണിലല്ല, മറിച്ച് പുരാതനമായ ഒരു ഇഷ്ടിക ചുവരിലാണ്. അതെ, അതൊരു സാധാരണ ചുവരായിരുന്നില്ലല്ലോ. അല്ല, ആ ചുവര് തകർന്ന് താഴേക്ക് ഒരു വലിയ ദ്വാരം രൂപപ്പെടുന്നു. അവരൊരു ടോർച്ചെടുത്ത് ആ ഇരുളടഞ്ഞ കുഴിയിലേക്ക് വെളിച്ചമടിക്കുമ്പോൾ അവിടെ അവർ കാണുന്നത് മണ്ണോ കല്ലുകളോ ഒന്നുമല്ല. പകരം ഭൂമിക്കടിയിലെ ആ രഹസ്യ അറയുടെ ചുവരുകളിൽ അവരെ തന്നെ തുറിച്ചു നോക്കുന്ന 1500 വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ. ഗ്രീക്ക് പുരാണങ്ങളിലെ ഹെർക്കുലിസിന്റെയും ഈജിപ്ഷ്യൻ രാജ്ഞിയായ ക്ലിയോപാട്രയുടെയും കൂടെ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ. ശരിക്കും അതൊരു സാധാരണ ദിവസമായിരുന്നില്ല ആ തൊഴിലാളികൾക്ക്. അവർ അബദ്ധത്തിൽ തുറന്നത് കേവലം ഒരു പഴയ ശവകുടീരത്തിലേക്കല്ല, മറിച്ച് ചരിത്രത്തിന്റെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഈ ഒരു സംഭവം തന്നെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ കാതലും. കറക്റ്റ്. പുരാതന രേഖകളിൽ പോലും വളരെ അവ്യക്തമായി മാത്രം പരാമർശിക്കപ്പെടുന്ന, എന്നാൽ ചരിത്രത്തിൽ വളരെ വലിയൊരു സ്വാധീനം ചെലുത്തിയ ക്വാർട്ടേഴ്സ് പിന്നെ ക്വിന്റസ് എന്നീ 2 രക്തസാക്ഷികളുടെ ചരിത്രമാണ് നാം ഈ ഡീപ് ഡൈവിൽ പരിശോധിക്കുന്നത്. കേൾക്കുന്ന നിങ്ങൾക്കായി ഞങ്ങൾ ഈ ചരിത്രം ഒന്ന് വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഇവരുടെ ആ ഒരു ചരിത്രം വളരെ കൗതുകം നിറഞ്ഞതാണ്. അതെ, തെക്കൻ ഇറ്റലിയിലെ കാപ്പുവ എന്ന നഗരവുമായുള്ള ഇവരുടെ ബന്ധം, പിന്നെ ഇവർ അടക്കം ചെയ്യപ്പെട്ട വിയാലാറ്റിനയിലെ ഈ നിഗൂഢമായ ശവകുടീരം, അവിടെ കണ്ടെത്തിയ ആ വിസ്മയിപ്പിക്കുന്ന ചുവർച്ചിത്രങ്ങൾ, ഇതിനൊക്കെ പിന്നിലെ പൊരുളെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. കത്തോലിക്കാ വിശുദ്ധരുടെ കലണ്ടർ, 7-ാം നൂറ്റാണ്ടിലെ തീർത്ഥാടകരുടെ യാത്രാരേഖയായ നൊട്ടീഷ്യ എക്ലേസിയാരം ഉർബിസ് റോമെ, പിന്നെ പുരാവസ്തു ഗവേഷകരുടെ ചില കുറിപ്പുകൾ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ. അതായത് വലിയൊരു ചരിത്രപുസ്തകമൊന്നും നമ്മുടെ കയ്യിലില്ല എന്നർത്ഥം. ശരിയാ. പഴയ കുറച്ച് കടലാസു കഷണങ്ങളും ഈ ഭൂഗർഭ അറയിലെ കുറച്ച് ചിത്രങ്ങളും മാത്രം വെച്ച് നമുക്ക് ഈ ചരിത്രത്തിന്റെ ചുരുളഴിക്കാൻ നോക്കാം. അപ്പോ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? ഈ അന്വേഷണം റോമിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് തെക്കൻ ഇറ്റലിയിലെ കാപ്പുവയിൽ നിന്നാണ്. ചരിത്രരേഖകൾ വളരെ കുറവാണെങ്കിലും ക്വാർട്ടസ്, ക്വിന്റസ് എന്നിവർ കാപ്പുവയിലാണ് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അവർ റോമിൽ വെച്ചാണ് തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷികളായത്. ഓ, ജനിച്ചത് കാപ്പുവയിലും മരിച്ചത് റോമിലും. അതെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഏത് വർഷമാണ് മരിച്ചതെന്നോ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നോ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. ക്വാർട്ടസ്, ക്വിന്റസ് എന്ന പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? അല്ല, ലത്തീൻ ഭാഷയിൽ ഇതിനർത്ഥം 4-മൻ 5-മൻ എന്ന് മാത്രമാണല്ലോ. ആരെങ്കിലും സ്വന്തം കുട്ടികൾക്ക് വെറുതെ 4, 5 എന്ന് പേരിടുമോ? എനിക്ക് തോന്നുന്നത് ഇവർ യഥാർത്ഥ മനുഷ്യരായിരുന്നില്ല എന്നാണ്. ചരിത്രത്തിൽ ഇത്രയും അവ്യക്തമായി നിൽക്കുന്നതുകൊണ്ട് ഇതൊരു പക്ഷേ ഏതെങ്കിലും പ്രതീകാത്മക കഥാപാത്രങ്ങളോ മറ്റോ ആകാൻ സാധ്യതയില്ലേ? വളരെ സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമാണ്. എന്നാൽ സത്യം അതല്ല. പുരാതന റോമൻ സമൂഹത്തിൽ ഇത്തരം പേരുകൾ തികച്ചും സാധാരണമായിരുന്നു. ശരിക്കും? വെറുതെ നമ്പറുകളിട്ട് പേരിടുമായിരുന്നോ? അതെ. റോമാക്കാർക്കിടയിൽ ജനനക്രമം അനുസരിച്ച് കുട്ടികൾക്ക് പേരിടുന്നൊരു രീതിയുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടിക്ക് പ്രൈമസ് 1-മൻ, രണ്ടാമത്തെ കുട്ടിക്ക് സെക്കൻഡസ് 2-മൻ, 3-മന് ടെർഷ്യസ് 3-മൻ എന്നിങ്ങനെയാണ് അവർ പേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാർട്ടസും ക്വിന്റസും ആ കുടുംബത്തിലെ 4-മത്തെയും 5-മത്തെയും കുട്ടികളായിരുന്നിരിക്കാം. ആഹാ, അപ്പോ അതൊരു പ്രതീകാത്മക കഥാപാത്രമല്ല, വളരെ സാധാരണക്കാരായ, ഒരുപക്ഷെ വലിയ കുടുംബ പശ്ചാത്തലമൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നു അവർ, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. അവർ സാധാരണക്കാരായിരുന്നു എന്നത് ഈ പേരുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ചില പഴയ രേഖകളിൽ ക്വാർട്ടസിനെ 3-ാം നൂറ്റാണ്ടിലെ മറ്റൊരു രക്തസാക്ഷിയായ സിസറിയോയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 10 ഇവരുടെ ഓർമ്മ ദിവസമായി ആചരിക്കുന്നത്. അപ്പൊ റോമിൽ വെച്ച് മരിച്ചെങ്കിലും ഇവരുടെ ഓർമ്മകൾ കാപ്പുവയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ശരിയാ. പിന്നീട് എപ്പോഴോ ഇവരുടെ തിരുശേഷിപ്പുകൾ റോമിൽ നിന്ന് കാപ്പുവയിലേക്ക് തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു. ചരിത്രകാരന്മാർ ഇവരെ വളരെ അവ്യക്തരായ നിഴൽ രൂപങ്ങളെന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. കാരണം ഇവരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും എങ്ങുമില്ല. അപ്പോ വളരെ സാധാരണക്കാരായ,
ചരിത്രരേഖകളിൽ ഒരു കൃത്യമായ വർഷം പോലുമില്ലാത്ത രണ്ടുപേർ. യുക്തിസഹമായി ചിന്തിച്ചാൽ ഇവരെ കാലം എപ്പോഴേ മറന്നുപോകേണ്ടതായിരുന്നു. പിന്നെ എങ്ങനെയാ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവർ പ്രശസ്തരായത്? അതൊരു വലിയ അത്ഭുതമല്ലേ? അവിടെയാണ് ഭൂമിശാസ്ത്രപരമായ കിടപ്പിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. അവർ എവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്നതിലാണ് ഇതിന്റെ ഉത്തരം കിടക്കുന്നത്. വിയാ ലാറ്റിന എന്ന പുരാതന റോമൻ പാതയോരത്തെ ഭൂഗർഭാറകളിൽ, അതായത് കാറ്റക്കോമ്പുകളിലാണ് അവർക്ക് ഇടം ലഭിച്ചത്. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. നിങ്ങൾ ഈ പുരാതന കാലത്തെ ട്രിപ്പ് അഡ്വൈസറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുരാതന കാലത്തെ ട്രിപ്പ് അഡ്വൈസറോ? അതെ, ഇന്നത്തെ കാലത്ത് നമ്മളൊരു പുതിയ നഗരത്തിൽ പോകുമ്പോൾ ഫോണിൽ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡുകളോ ഉപയോഗിക്കുമല്ലോ. അതുപോലെ AD 625 649 എഴുതപ്പെട്ട നൊട്ടീഷ്യ എക്ലേസിയാരം ഉർബിസ് റോമേ എന്നൊരു യാത്രാരേഖയുണ്ടായിരുന്നു. റോമിലെ വിശുദ്ധരുടെ ശവകുടീരങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടിയായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഓ, തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ആ പഴയ ഗൈഡ്. കറക്റ്റ്. അതിൽ വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നുണ്ട്: വിയാ ലാറ്റിനയിലെ സെന്റ് എപ്പിമാക്കസ് പള്ളിയുടെ പ്രധാന അൽത്താരയ്ക്ക് താഴെ ഗോർഡിയാനസ് എന്ന പ്രശസ്തനായ രക്തസാക്ഷിയുടെ ശരീരം വിശ്രമിക്കുന്നു. അതിനടുത്തുള്ളൊരു പ്രത്യേക അറയിൽ, അതായത് ഒരു ക്യൂബിക്കുലത്തിൽ, ക്വിൻറ്റസും ക്വാർട്ടസും അന്ത്യവിശ്രമം കൊള്ളുന്നു. കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു വഴികാട്ടിയായി തോന്നാമെങ്കിലും ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം വളരെ വലുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം, അതായത് 5-ാം നൂറ്റാണ്ടിന് ശേഷം, റോം നഗരം ഒരുപാട് തകർന്നിരുന്നു. പഴയ പ്രതാപമൊന്നും ആ നഗരത്തിനില്ലായിരുന്നു. ശരിയാ. എന്നാൽ ആ സമയത്താണ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ റോമിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയത്. ഭൂമിക്കടിയിലുള്ള ഈ വിശുദ്ധരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതായത് ഈ തീർത്ഥാടനം അന്നത്തെ കാലത്തെ ഒരു വലിയ ഇൻഡസ്ട്രി ആയിരുന്നു, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു മതപരമായ ടൂറിസം. ദൂരദിക്കുകളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ഈ ഇരുളടഞ്ഞതും സങ്കീർണവുമായ ഭൂഗർഭാറകൾക്കുള്ളിൽ വഴി കണ്ടെത്താൻ ഇത്തരം ഗൈഡുകൾ അത്യാവശ്യമായിരുന്നു. ഡിലോസിസ് സാങ്ക്റ്റിസ് എന്ന മറ്റൊരു 7-ാം നൂറ്റാണ്ടിലെ രേഖയിലും ക്വാർട്ടസിനെയും ക്വിൻസിനെയും പരാമർശിക്കുന്നുണ്ട്. ഈ ഗൈഡുകൾ തീർത്ഥാടകരെ ഓരോ പടിയായി താഴേക്ക് നയിച്ചു. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ക്വാർട്ടസും ക്വിൻറ്റസും ചരിത്രത്തിൽ ഇടം പിടിച്ചത് അവർ വലിയ പ്രശസ്തരായതുകൊണ്ടല്ല, മറിച്ച് ഗോർഡിയാനസ്, എപ്പിമാക്കസ് എന്നീ VIP രക്തസാക്ഷികളുടെ തൊട്ടടുത്ത് അവർക്ക് സ്ഥലം ലഭിച്ചതുകൊണ്ടാണ്. അതെ, അതൊരു ഭാഗ്യം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഹോളിവുഡിലെ സെലിബ്രിറ്റികളുടെ വീടുകൾ കാണിക്കുന്ന ഒരു മാപ്പ് പോലെയാണെന്നാണ്. ഇതാ, ഇവിടെയാണ് പ്രശസ്തനായ ഗോർഡിയാനസ് കിടക്കുന്നത്. ഓ, വഴിയിൽ തൊട്ടടുത്ത് തന്നെ ക്വിൻറ്റസും ക്വാർട്ടസുമുണ്ട്, അവരെ കൂടി കണ്ടിട്ട് പോകാം എന്ന രീതിയിലാണ് ആ ഗൈഡ് തീർത്ഥാടകരെ നയിച്ചിരുന്നത്. മികച്ച റിയൽ എസ്റ്റേറ്റ് ലൊക്കേഷൻ അവരുടെ ചരിത്രം മാറ്റിമറിച്ചുവെന്ന് പറയാം. അത് വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. ആ പഴയ ഗൈഡുകൾ ഇല്ലാതിരുന്നെങ്കിൽ, ആ വലിയ രക്തസാക്ഷികളുടെ അടുത്ത് അവർ അടക്കം ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ക്വാർട്ടേഴ്സും ക്വിൻറ്റസും എന്നേക്കുമായി വിസ്മൃതിയിൽ ആണ്ടുപോയേനെ. തീർച്ചയായും. എന്നാൽ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഈ കാറ്റക്കോമ്പുകളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ കുറയുകയും പതുക്കെ ആ ഭൂഗർഭ അറകൾ മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുകയും ചെയ്തു. ഗൈഡുകൾ പറഞ്ഞിരുന്ന ആ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ നൂറ്റാണ്ടുകളോളം ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതിന് ശേഷമാണ് 20-ാം നൂറ്റാണ്ടിൽ ആ അപ്രതീക്ഷിത സംഭവമുണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 1955-ലെ കെട്ടിട നിർമ്മാണം. ശരിയാണ്. എന്നാൽ അതിനും കുറച്ചു മുമ്പ്, അതായത് 1940-41 കാലഘട്ടത്തിൽ എൻറിക്കോ ജോസി എന്ന പുരാവസ്തു ഗവേഷകൻ ഈ കാറ്റക്കോമ്പിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതായിരുന്നു ആ പ്രശസ്തമായ ശവകുടീരമെന്ന് അദ്ദേഹത്തിന് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെ ആക്വാ മരിയാന കാറ്റക്കോംബ് എന്ന് വിളിച്ചു. അപ്പോ പകുതി കണ്ടുപിടുത്തം അവിടെ നടന്നു. എന്നാൽ യഥാർത്ഥ വഴിതിരിവുണ്ടാകുന്നത് 55-ലാണ്. വിയാ ലാറ്റിനയിലെ ആ അപ്പാർട്ട്മെന്റ് നിർമ്മാണത്തിനിടെ തൊഴിലാളികൾ അബദ്ധത്തിൽ ആ അറയിലേക്ക് കടന്ന നിമിഷം അവിടെ ഭാഗ്യവശാൽ പുരാവസ്തു ഗവേഷകനായ ഫാദർ ആന്റോണിയോ ഫെറുവ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അതെ, അതൊരു വലിയ കാര്യമായിരുന്നു. പലപ്പോഴും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ പഴയ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ പണി മുടങ്ങുമെന്ന പേടിയിൽ കോൺട്രാക്ടർമാർ അത് മൂടിവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാറാണ് പതിവ്. എന്നാൽ ഫെറുവ ഇടപെട്ട് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ക്യൂബിക്കുലം D എന്ന ആ പ്രത്യേക അറയെ സംരക്ഷിച്ചു.
ആ ഒരു ഇടപെടൽ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായിരുന്നു. കാരണം ആ അറയ്ക്കുള്ളിൽ AD 350-നും 400-നും ഇടയിൽ വരച്ച അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്താണെന്നു വെച്ചാൽ രക്തസാക്ഷികളുടെ കിരീടം പിടിച്ചു നിൽക്കുന്ന 2 പേർക്കിടയിൽ യേശുക്രിസ്തു ഇരിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. ആ 2 പേർ ആരായിരിക്കും? ഈ 2 പേർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഗോർഡിയാനസും എപ്പിമാക്കസുമാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. അവരുടെ തൊട്ടടുത്താണല്ലോ നമ്മുടെ അജ്ഞാതരായ ക്വാർട്ടസും ക്വിന്റസും വിശ്രമിക്കുന്നത്. ശരിയാ. ആ അറയില് വേറെയും ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു. മോസസ് 10 കൽപ്പനകൾ സ്വീകരിക്കുന്നത്, മരിച്ചുപോയ ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രംഗം, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്യുന്ന രംഗം, പിന്നെ പഴയ നിയമത്തിലെ സൂസന്നയുടെ കഥ, ഇതെല്ലാം വളരെ മനോഹരമായി അവിടെ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു ക്രിസ്തീയ ശവകുടീരം പോലെയല്ലേ തോന്നുന്നത്? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ ക്രിസ്തീയ ചിത്രങ്ങൾക്കിടയിൽ തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതെ, അവിടെയാണ് എന്റെ തല ശരിക്കും പുകയുന്നത്. ഈ ബൈബിൾ കഥകൾക്കൊപ്പം തന്നെ പഴയ ഗ്രീക്ക് റോമൻ പുരാണങ്ങളിലെ പാഗൻ കഥാപാത്രങ്ങളെയും അവിടെ വരച്ചുവെച്ചിരുന്നു. ശരിയാണ്. ഹെർക്കുലീസ് ഹൈഡ്ര എന്ന രാക്ഷസനെ കൊല്ലുന്ന ചിത്രം, അതുപോലെ ഈജിപ്ഷ്യൻ രാജ്ഞിയായ ക്ലിയോപാട്രയുടെ ചിത്രം. ചില ചരിത്രകാരന്മാർ അത് റോമൻ ദേവതയായ ടെല്ലസ് ആണെന്നും പറയുന്നുണ്ട്. സത്യം പറയട്ടെ, എനിക്കിത് തീരെ മനസ്സിലാകുന്നില്ല. ഈ ക്രിസ്ത്യൻ രക്തസാക്ഷികൾ ആരാണ്? റോമൻ ദൈവങ്ങളെയും പാഗൻ വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ റോമൻ ഭരണകൂടത്താൽ ക്രൂരമായി കൊല്ലപ്പെട്ടവരാണ്. കറക്റ്റ്. അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ ശവകുടീരത്തിൽ എന്തിനാണ് അവരെ കൊന്ന അതേ ആളുകളുടെ ദൈവമായ ഹെർക്കുലീസിനെയും മറ്റും വരച്ചുവെച്ചിരിക്കുന്നത്? ഇതൊരു വലിയ വിരോധാഭാസമല്ലേ? ഇതിലെന്ത് യുക്തിയാണുള്ളത്? ഇതൊരു വളരെ മികച്ച ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ വിരോധാഭാസമായി തന്നെ തോന്നും. എന്നാൽ ഇതിന്റെ ഉത്തരം കിടക്കുന്നത് 4-ാം നൂറ്റാണ്ടിലെ റോമിലെ സമ്മിശ്ര സംസ്കാരത്തിലാണ്. ചരിത്രത്തിൽ ഇതിനെ സിൻക്രറ്റൈസേഷൻ എന്ന് വിളിക്കുന്നു. സിൻക്രറ്റൈസേഷൻ, അതായത് മിക്സാകുന്ന അവസ്ഥ. അതെ, റോമൻ സാമ്രാജ്യം പതുക്കെ പതുക്കെ പാഗൻ വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. ഈ മാറ്റം ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒന്നായിരുന്നില്ല. 100 കണക്കിന് വർഷങ്ങളായി അവർ വിശ്വസിച്ചു പോന്ന ദൈവങ്ങളെയും കലകളെയും പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതായത് പുതിയതായി ക്രിസ്തുമതം സ്വീകരിച്ച റോമാക്കാർ അവരുടെ പഴയ സാംസ്കാരിക ചിഹ്നങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയില്ല എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അവർ പഴയ ചിഹ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയ്ക്ക് പുതിയ അർത്ഥങ്ങൾ നൽകി. ഉദാഹരണത്തിന്, നിങ്ങൾ ചോദിച്ച ഹെർക്കുലീസിന്റെ കാര്യം തന്നെ എടുക്കാം. പുരാണങ്ങളിൽ ഹെർക്കുലീസ് അമാനുഷിക ശക്തിയുള്ളവനും രാക്ഷസന്മാരെ തോൽപ്പിക്കുന്നവനുമാണ്. ഹൈഡ്ര എന്ന രാക്ഷസനെ കൊല്ലുന്ന രംഗം മരണത്തെ തോൽപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. ആദ്യകാല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹെർക്കുലീസിനെ അവരൊരു ദൈവമായിട്ടല്ല അവിടെ വരച്ചത്. മറിച്ച് പാപത്തിനും മരണത്തിനുമെതിരെയുള്ള ആത്മീയ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ മരണത്തിനുമേലുള്ള വിജയത്തിന്റെ ഒരു അലങ്കാരമായിട്ടാണ് അവർ ആ ചിത്രത്തെ ഉപയോഗിച്ചത്. ഒരു മിനിറ്റ്, ഇത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ സേവ് ഐക്കണാണ്. സേവ് ഐക്കണോ? അതെങ്ങനെയാ? അല്ല, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒരു ഫയൽ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ ഫ്ലോപ്പി ഡിസ്കിന്റെ ചിത്രമാണല്ലോ. ഇന്നത്തെ കാലത്ത് ആരും ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷേ പുതിയ തലമുറ അത് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതിൻ്റെ ഒരു ചിഹ്നമായി നാം ഇന്നും ആ പഴയ ചിത്രം ഉപയോഗിക്കുന്നു. അതുപോലെ ആയിരുന്നോ ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് ഹെർക്കുലീസ്? അതെ, വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. അതായത് പാഗൻ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മരണത്തിനുമേലുള്ള വിജയമെന്ന് കാണിക്കാൻ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഷ്വൽ ഐക്കൺ ഹെർക്കുലീസ് ആയിരുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു അത്. അവർക്ക് ചുറ്റുമുള്ള കലാകാരന്മാർക്ക് നൂറ്റാണ്ടുകളായി അറിയാവുന്നത് ഈ പാഗൻ ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു. പുതിയ മതപരമായ ആശയങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കാൻ എല്ലാവർക്കും പരിചിതമായ പഴയ ചിഹ്നങ്ങളെ അവർ ഉപയോഗിച്ചു. ക്ലിയോപാട്രയുടെ അല്ലെങ്കിൽ ടെല്ലസ് ദേവതയുടെ ചിത്രം ഭൂമിയെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ പഴയ ചിത്രങ്ങൾക്ക് പുതിയ അർത്ഥങ്ങൾ. അതെ, ഒരു വശത്ത് പുതിയ നിയമത്തിലെ ലാസറിന്റെ ഉയിർത്തെഴുന്നേൽപ്പിലൂടെ യേശുക്രിസ്തു നൽകുന്ന ജീവന്റെ സന്ദേശം, മറുവശത്ത്
അതേ അർത്ഥം നൽകുന്ന ഹെർക്കുലീസിന്റെ ചിത്രം. മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയാണ് ഇവ രണ്ടും വരച്ചുകാട്ടുന്നത്. വിയ ലാറ്റിനയിലെ ആ ഭൂഗർഭ അറ നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യർ എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും വളരെ സ്വാഭാവികമായി സമന്വയിപ്പിച്ചതെന്നാണ്. ശരിക്കും അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചരിത്രത്തെ കറുപ്പും വെളുപ്പുമായി കാണാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? റോമാക്കാർ, ക്രിസ്ത്യാനികൾ, പാഗൻ വിശ്വാസികൾ എന്നിങ്ങനെ എല്ലാവരെയും നമ്മൾ കൃത്യമായ കളങ്ങളിൽ നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ചുവർച്ചിത്രങ്ങൾ കാണിക്കുന്നത് ചരിത്രം എപ്പോഴും അങ്ങനെ വ്യക്തമല്ല എന്നാണ്. അതെ, ചരിത്രം എപ്പോഴും മനുഷ്യന്റെ സങ്കീർണതകളെ ഉൾക്കൊള്ളുന്നതാണ്. പഴയതും പുതിയതും പരസ്പരം കൈകോർക്കുന്ന, വളരെ പതുക്കെ മാത്രം സംഭവിക്കുന്ന വലിയ സാംസ്കാരിക മാറ്റങ്ങളുടെ തെളിവാണ് ഇത്തരം കണ്ടെത്തലുകൾ. ഈ രസകരമായ അന്വേഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ്. നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പുരാതന രക്തസാക്ഷികളുടെയും അവരുടെ രഹസ്യ ശവകുടീരത്തിന്റെയും കഥ ഇന്ന് നിങ്ങൾക്കെന്തിനാണ് പ്രധാനമാകുന്നത്? ചരിത്രം എപ്പോഴും വലിയ യുദ്ധങ്ങളുടെയോ രാജാക്കന്മാരുടെയോ പുസ്തകങ്ങളിൽ മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്, സാധാരണക്കാരുടെ ഇടയിലുമാണ് ചരിത്രമുള്ളത്. അതെ, ചിലപ്പോൾ ഇരുണ്ട ഭൂഗർഭ അറകളിലെ മങ്ങാൻ തുടങ്ങിയ ചുവർച്ചിത്രങ്ങളിലൂടെയും 7-ാം നൂറ്റാണ്ടിലെ തീർത്ഥാടകർ ഉപയോഗിച്ചിരുന്ന പഴയ ട്രാവൽ ഗൈഡുകളിലൂടെയുമാണ് മനുഷ്യർ അവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നത്. ക്വാർട്ടസും ക്വിൻറ്റസും ആരായിരുന്നാലും അവർ ചരിത്രത്തിൽ അവശേഷിപ്പിച്ച ആ ചെറിയ അടയാളം, അവരുടെ ശവകുടീരത്തിലെ ആ മിക്സഡ് ആർട്ട് 1500 വർഷങ്ങൾക്കിപ്പുറവും നമ്മളെക്കൊണ്ട് അവരെക്കുറിച്ച് സംസാരിപ്പിക്കുന്നു. മനുഷ്യന്റെ വിശ്വാസങ്ങൾ, അവരുടെ ഭയങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയെല്ലാം എത്രത്തോളം സങ്കീർണമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് നാം ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മുടെ ഓർമ്മകളും വിശ്വാസങ്ങളും ആശയങ്ങളുമെല്ലാം നാം ഡിജിറ്റൽ ക്ലൗഡുകളിലും സോഷ്യൽ മീഡിയയിലുമാണ് സൂക്ഷിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭാവിയിലെ ഗവേഷകർ നമ്മുടെ കാലത്തെ ഈ ഡിജിറ്റൽ ആർക്കൈവുകളോ ആധുനിക ശവകുടീരങ്ങളോ കുഴിച്ചെടുക്കുമ്പോൾ അവർ എന്തായിരിക്കും കണ്ടെത്തുക? അതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? നമ്മുടെ സങ്കീർണമായ ചിന്തകളും മതപരമായ വിശ്വാസങ്ങളും ഇന്നത്തെ പോപ്പ് കൾച്ചർ ചിഹ്നങ്ങളും മീമുകളുമൊക്കെ ഒരുമിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളെക്കുറിച്ച് അവർ എന്തായിരിക്കും മനസ്സിലാക്കുക? ഒരുപക്ഷേ നമ്മളും അവരെ സംബന്ധിച്ച് വലിയൊരു നിഗൂഢതയായിരിക്കില്ലേ? തീർച്ചയായും. ഇന്ന് നമ്മൾ ഹെർക്കുലീസിനെയും ക്രിസ്തുവിനെയും ഒരുമിച്ച് കണ്ട് അത്ഭുതപ്പെടുന്നത് പോലെ ഭാവിയിൽ അവർ നമ്മുടെ ഡിജിറ്റൽ സ്മരണികകൾ കണ്ട് അത്ഭുതപ്പെട്ടേക്കാം. അതെ, നമ്മൾ തുടങ്ങിയത് വളരെ അവ്യക്തരായ രണ്ടാളുകളിൽ നിന്നാണ്. ഒരു പഴയ യാത്രാരേഖയും കുറച്ച് ചുവർച്ചിത്രങ്ങളും വെച്ച് നാം ചരിത്രത്തിന്റെ സങ്കീർണമായ ഒരു വലിയ ചിത്രം തന്നെ മനസ്സിലാക്കി. ഈ മനോഹരമായ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എപ്പോഴും പറയുന്നതുപോലെ ചരിത്രം എപ്പോഴും ഭൂമിക്കടിയിൽ കണ്ടെത്തപ്പെടാനായി കാത്തുകിടപ്പുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു ചരിത്ര നിഗൂഢതയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കാൻ നമുക്ക് വീണ്ടും കാണാം. ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.